നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മൾ ബാങ്കിങ് സെക്ടർ റീഫോംസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ബാങ്കിങ് സെക്ടർ റീഫോംസിൽ നരസിംഹ കമ്മിറ്റി ഫസ്റ്റ് 1991 നരസിംഹ കമ്മിറ്റി 1 എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നരസിംഹ കമ്മിറ്റി നരസിംഹ കമ്മിറ്റി 2 ആണ്. അപ്പം വീണ്ടും ഒരു നരസിംഹ കമ്മിറ്റീനെ വെച്ചു 1998 റൈറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ 1991 ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയെന്നും ഇനി എന്ത് മാറ്റം വരുത്തണം, എന്ത് ഡെവലപ്മെൻറ്റ് നമുക്ക് ബാങ്ക് സിസ്റ്റത്തിൽ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വീണ്ടും നരസിംഹത്തിനെ കമ്മീഷനാക്കിയിട്ട് അദ്ദേഹത്തിനെ ചെയർമാനാക്കിയിട്ട് വീണ്ടും ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി നിലവിൽ വരികയും ആ കമ്മിറ്റി വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് അതിനകത്ത് സംഭവിച്ചതെന്ന് നോക്കാം. നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് 2 1998. ഓക്കെ. In 1998, the government appointed yet another committee under the chairmanship of Mr. Narasimham. It is better known as Banking Sector Committee. അപ്പോൾ ഈ റീഫോമിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബാങ്കിങ് സെക്ടർ റീഫോംസ് എന്നുള്ളത്. ബാങ്കിങ് സെക്ടർ റീഫോംസ്. It was told to review the banking reforms progress and design a program for further strengthening and financial system of India. റൈറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പം ആദ്യത്തെ ആ ഒരു കമ്മിറ്റി വെച്ച കുറേ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും ആ നടപ്പിലാക്കിയ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ ആ നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഇനി എന്ത് മാറ്റങ്ങൾ വേണം എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്യുക. ഇതാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി ആയിരുന്നത്. ദി കമ്മിറ്റി ഫോക്കസ്ഡ് ഓൺ വേരിയസ് ഏരിയാസ് സച്ച് ആസ് ക്യാപിറ്റൽ അഡ്വക്കസി, ബാങ്ക് മെർജേഴ്സ് ആൻഡ് ബാങ്ക് ലെജിസ്ലേഷൻ. അപ്പം ലീഗൽ സൈഡ്, മെർജേഴ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അഡ്വക്കസി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവർ ഡീൽ ചെയ്ത അല്ലെങ്കിൽ അവർ നോക്കിയ ഒരു ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം. അവർ കൊടുത്ത കുറച്ച് റെക്കമെൻഡേഷൻസും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേതാണ് സ്ട്രെങ്തനിങ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്, അല്ലേ. അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ബാങ്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ദി കമ്മിറ്റി കൺസിഡേർഡ് ദി stronger banking system in the context of current account convertibility. It thought that Indian banks must be capable of handling problems regarding domestic liquidity and exchange rate management in light of current account convertibility. അപ്പോൾ ആ സമയത്താണ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി വരുന്നത്. കറണ്ട് അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് കറണ്ട് അക്കൗണ്ടിൽ വരുന്ന എല്ലാ ഫോറിൻ ട്രാൻസാക്ഷൻസും കൺവേർട്ട് ചെയ്യാൻ പറ്റുക, അതായത് ഒരു ഫോറിൻ കറൻസിയിൽ നിന്നും ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി എന്ന് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ചിലുള്ള ഒരു പെർട്ടിക്കുലർ ഒരു കാര്യമാണ്. അപ്പം അത് പോസിബിൾ ആക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് അലൗ ചെയ്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലൗ ചെയ്തിരുന്നു. അപ്പം അത് വന്നപ്പം ഈ കൺവേർട്ടബിലിറ്റി വന്നപ്പം അതിനനുസരിച്ച് അതിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്ത് വേണമെന്ന് മനസ്സിലായി. കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള സിസ്റ്റം അല്ലെങ്കിൽ റൂൾസും പോളിസീസും വേണമെന്ന് മനസ്സിലായി. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനുള്ള റെക്കമെൻഡേഷൻ ആര് കൊടുത്തിരുന്നു? ഈ നരസിംഹം കമ്മിറ്റി കൊടുത്തിരുന്നു. Thus, it recommended the merger of strong banks which will have multiplier effect on the industry. അപ്പോൾ ഇവർ സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വലിയ സ്ട്രോങ്ങർ ബാങ്കുകൾ, അതായത് രണ്ട് നല്ല ബാങ്കുകളെ ഒന്നുകൂടി മെർജ് ചെയ്യുമ്പം സംഭവിക്കുന്നത് എന്താണ്, അവരുടെ മൾട്ടിപ്ലൈ, അതായത് 1+1 എന്ന് പറയുന്നത് 2 അല്ലാതെ 1+1 3 അല്ല, അല്ലെങ്കിൽ 3ക്ക് മുകളിലുള്ള ഒരു വാല്യൂ, ഒരു സിനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബാങ്കുകളുടെ മെർജർ അവർ അന്ന് റെക്കമെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് ആലോചിക്കുകയാണെങ്കിൽ SBIയുടെ ഒപ്പം ഏതൊക്കെയും ബാങ്കുകൾ മെർജ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിന് എന്ത് സംഭവിച്ചു, അത്തരത്തിലുള്ള ഒരുപാട് മെർജേഴ്സ് ഉണ്ടായിരുന്നു, അല്ലേ. ഡാന ബാങ്ക് എന്ത് സംഭവിച്ചു. അപ്പം ആ മെർജേഴ്സിനെല്ലാം ഒരു ബേസ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു വിത്ത് ഇട്ടത് എവിടെ നിന്നാണ്? ഈ പറയുന്ന റെക്കമെൻഡേഷനിലാണ്. അത് 1998 ഉണ്ടായിരുന്ന റെക്കമെൻഡേഷൻ. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു ലെങ്ത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്താണ് അത് കംപ്ലീറ്റ് ആയെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോഴും കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ ദി പ്രൊസീജിയർ ഈസ് ഗോയിങ് ഓൺ. വി വിൽ സീ ഇൻ ഫ്യൂച്ചർ വി വിൽ സീ more banks being merged, right? അത് കാണാൻ പറ്റും. ഇപ്പോൾ even though they says that central government says that this is the end, will not have any more banks merged, but in future I expect that there will be mergers coming in.
പറഞ്ഞത് ഈ ഒരു ഗവൺമെൻറ് സമയത്തോ ഇനി വരുന്ന ഗവൺമെൻറ് സമയത്തൊന്നുമല്ല, പക്ഷേ ഉണ്ടാവും. അതില്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. വിൽ ഹാവ് എ ബിഗ് ബാങ്ക്, ഒരു ലാർജ് ബാങ്ക് which comes under which comes as the largest banks or list which comes in the list of largest bank in the world, right? അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തണം. ഇനിയും എത്തിയിട്ടില്ല, നമ്മൾ വലിയൊരു ഒരു കൺട്രി ആയിട്ട് പോലും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്കും ആ ഒരു ലെവലിലേക്കും എത്താവുന്ന രീതിയിൽ ഇനിയും ബാങ്ക് മാനേജേഴ്സ് നടക്കണം, അത് നടക്കും കേട്ടോ. ഓക്കെ, അപ്പം അതായിരുന്നു സ്ട്രെങ്തനിങ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞത്. ദെൻ നാരോ ബാങ്കിങ്. Those days, many public sector banks were facing a problem of non-performing asset. But non-performing asset വളരെ ഒരു പ്രശ്നം പിടിച്ചൊരു സാധനമായിരുന്നു, റൈറ്റ്? Some of them had NPAs were as high as 20% of their asset. അപ്പോൾ 20% of asset 20% NPA ആയാലും കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരെത്രയും തന്നെ പ്രൊവിഷൻസും കണക്കാക്കാം, പ്രൊവിഷൻസ് കണ്ടെത്തണം. അപ്പോൾ പ്രോഫിറ്റിനകത്തുനിന്ന് അത്രയും പ്രൊവിഷൻസ് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് അധികം ഉണ്ടാകത്തില്ല. അപ്പോൾ ഓൾ ദീസ് തിങ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഇസ് making the banks very much tensed on the NPA. ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് എൻ പി എക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. Thus, for successful rehabilitation of these banks, the committee recommended narrow banking concept, where weak banks will be allowed to place their funds only in short term and risk free asset. അപ്പോൾ ചെറിയ വീക്കായിട്ടുള്ള ബാങ്കുകൾ എന്ത് ചെയ്താൽ മതി, ലോങ് ടേം ലോണിലേക്കൊന്നും അവർ അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് കൊടുക്കാതെ ഏതിലേക്ക് കൊടുക്കുക, ഷോർട്ട് ടേമും ആയിട്ടുള്ളത്, അതുപോലെ തന്നെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റുകൾ, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ലോണുകളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതിനെയാണ്, ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇവരെന്ത് വിളിച്ചിരുന്നത്, നാരോ ബാങ്കിങ് എന്ന് വിളിച്ചിരുന്നത്. സോ അതാണ് ആര് റെക്കമെൻഡ് ചെയ്തത്, എം നരസിംഹൻ കമ്മിറ്റി സെക്കൻഡ് റെക്കമെൻഡ് ചെയ്തത്, റൈറ്റ്? Then they recommended something about capital adequacy ratio, right? അപ്പം നമുക്കറിയാം capital adequacy ratioനെ കുറിച്ച് നരസിംഹൻ കമ്മിറ്റി 1 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, in order to improve the inherent strength of Indian banking system, the committee recommended that government should raise the prescribed capital adequacy norms. This will further improve their absorption capacity also, right? അപ്പം കറൻ്റ്ലി എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. കറൻ്റ്ലി ദി ക്യാപിറ്റൽ അഡ്വക്കേസി റേഷ്യോ ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് ഇസ് അറ്റ് 9% റേറ്റ്. അപ്പം ആ ആക്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇത് നടക്കുന്ന സമയത്ത് ഈ ഒരു റിസർച്ച് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടൊക്കെ എഴുതുന്ന സമയത്ത് എത്രയായിരുന്നു? കാര്യം മുന്നത്തെ കേസിൽ നമ്മൾ 8% എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അത് 9% എത്തി. മുന്നത്തെ നരസിംഹൻ കമ്മിറ്റി 1 8% എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് 9%ലേക്ക് എത്തി. അപ്പോൾ അത് ഇനിയും കൂട്ടണം. അപ്പം ഒരു ക്യാപിറ്റൽ ബേസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് ദി സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ബാങ്ക്, റൈറ്റ്, ഒരു പെർട്ടിക്കുലർ സിസ്റ്റം. അപ്പം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എനി അഡ്വേഴ്സ് തിങ്സ് ഹാപ്പനിങ് ദേ കുഡ് യൂസ് ദാസ് ഫണ്ട്, റൈറ്റ്? ആ ഒരു ഫണ്ട് അവർക്ക് യൂസ് ചെയ്യാം. ഒരു ഷോക്ക് അബ്സോർബർ പോലെയായിരിക്കും അത് റോള് പ്ലേ ചെയ്യും. അപ്പം അത് ഉണ്ടാക്കണം, അതല്ലെങ്കിൽ കൂട്ടണം എന്നുള്ള റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഓണർഷിപ്പിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ദി ഗവൺമെൻറ് കൺട്രോൾ ഓവർ ദി ബാങ്ക് ഇൻ ദി ഫോം ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ് ആൻഡ് ബാങ്ക് ഓട്ടോണോമി ഡസ് നോട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, റൈറ്റ്? അപ്പോൾ അവർ കണ്ടെത്തിയൊരു കാര്യമാണ്. അത് ഒരു ഗവൺമെൻറ് അതിനകത്ത് അവരുടെ മാനേജ്മെൻറ്റിലും അതിൻ്റെ ഓണർഷിപ്പിലും എല്ലാത്തിലും ഇടപെടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ സംഭവം ഒന്നും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ദസ് ഇറ്റ് റെക്കമെൻഡഡ് എ റിവ്യൂ ഓഫ് ഫങ്ഷൻ ഓഫ് ബോർഡ്സ് ആൻഡ് enable them to adopt professional corporate strategy. They said that it should be treated in a professional way. If you are owing it, okay, it is good, but you should find someone who is capable of running it, right? അപ്പോൾ മാനേജ് ചെയ്യുന്ന കേസൊക്കെ എന്ത് ചെയ്യണം? ഒരു കുറച്ചുകൂടി പ്രൊഫഷണലിസം കൊണ്ടുവരണം. അതിനകത്ത് പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കുറച്ചുകൂടി നല്ല പ്രൊഫഷണൽസിനെ അത് റൺ ചെയ്യാനായിട്ട് അനുവദിക്കുക. അത് ഗവൺമെൻറ് തന്നെ എപ്പോഴും അത് റൺ ചെയ്യുക എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത് പറഞ്ഞു. Then review of banking law, right? It was very timely effect. It had a very timely effect. Okay, we'll see that. The committee considered that there was an urgent need for reviewing and amending main laws governing Indian banking industry like RBI Act, Banking Regulation Act, State Bank of India Act, Bank Nationalization Act, etc. This upgradation will bring them in line with the present need of banking sector in India. So the problem was that the banking system was changed in such a way that the older laws was not enough to cover all these things.
അത് കൂടുതലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നു, ഈ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നു, കൂടുതൽ പ്രോഡക്റ്റ്സ് വരുന്നു. അതുകൂടാതെ ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ്, ആ ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ് അനുസരിച്ചുള്ള ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റംസ് വരുന്നു അല്ലേ. അപ്പം ഇതെല്ലാം ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു പ്രാപ്തി ഏതിനും ഉണ്ടായിരുന്നില്ല, ഈ നമ്മുടെ ഈ ഇതുവരെയുള്ള ആക്റ്റുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആക്റ്റുകളിലെല്ലാം ഒന്ന് പുതുക്കി, അല്ലെങ്കിൽ കുറേയും കൂടിയും ന്യൂവർ വേർഷൻസ് ഓഫ് ദി ആക്ട് വാസ് നീഡ് ഓഫ് ദാറ്റ് അവർ, റൈറ്റ്. അങ്ങനെ അവർ എന്ത് റെക്കമെൻഡ് ചെയ്തു, ഇതുപോലെ ഈ പറയുന്ന റിവ്യൂ, അതായത് നിലവിലുള്ള നിയമങ്ങളുടെ റൂൾസിൻ്റെ ഒരു റിവ്യൂ അവർ റെക്കമെൻഡ് ചെയ്തു. They said that government should look into it and if necessary make further changes over the laws and regulations what there is in India. So these are the major points which was dealt with M. Narasimhan Committee 2. Okay, thank you very much.